ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് പുതിയ മുഖം. പുതിയ OP കാഷ്വാലിറ്റി ബ്ലോക്ക് 18-ന് രാവിലെ 11:30 മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. P. ഉണ്ണി MLA ആയിരുന്ന കാലത്ത് കിഫ്ബി അനുവദിച്ച 11.36 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. 18,804 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് 3 നില കെട്ടിടത്തിന്റെ നിർമ്മാണം. OPക്കും കാഷ്വാലിറ്റിക്കും പുറമെ ലാബ്, ECG സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിക്കും. 1943 ഗവൺമെന്റ് ഡിസ്പെൻസറിയായി തുടങ്ങിയ സ്ഥാപനമാണ് ഘട്ടം ഘട്ടമായി വളർന്ന് താലൂക്ക് ആശുപത്രിയായി മാറിയത്. പ്രതിദിനം ശരാശരി 1000-ഓളം പേർ ഇവിടെ OPയിൽ ചികിത്സ തേടിയെത്തുന്നു. 2013 തുടങ്ങിയ ക്യാപ്റ്റൻ ലക്ഷ്മി സ്മാരക ഡയാലിസിസ് യൂണിറ്റിൽ ദിവസവും 50-ലേറെ പേർക്ക് ഡയാലിസിസ് സേവനവും ലഭിക്കുന്നു. 2018 മുതൽ ഡേ കെയർ, കീമോതെറാപ്പി യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായി. 13.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 18,300 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള 3 നിലകളായിട്ടുള്ള കെട്ടിടം അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായി ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുകയാണ്. OP വിഭാഗവും കാഷ്വാലിറ്റി വിഭാഗവും വിവിധ രോഗനിർണയ പരിശോധന വിഭാഗവും ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഈ കെട്ടിടം വരുന്നതോടുകൂടി യാഥാർത്ഥ്യമാകുന്നത്. കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് 18-ാം തീയതി രാവിലെ 11 മണിക്ക് നിർവഹിക്കുകയാണ്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ K. അബ്ദുൽ നാസർ, T. ലത, ഫൗസിയ ഹനീഫ, മുൻ MP S. അജയകുമാർ, താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറി KR ശ്രീലത, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.